നമ്മളെ വീഡിയോസ് അവസാനിക്കുന്നില്ല. അതങ്ങനെയാണ്, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓരോരുത്തർ സ്വഭാവം ഞാനിങ്ങനെ കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. പലരും എൻ്റെ മാത്രമല്ല പലതും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആധ്യാത്മിക സ്പിരിച്വലായിട്ടുള്ളൊരു കഥയാണ്. ആമുഖത്തോടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആമുഖത്തോടെ പറയുന്നതിൻ്റെ കാര്യം പല വീഡിയോകൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറേ സ്പിരിച്വലായിട്ടുള്ള പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ പാഞ്ചാലിയുടെ ഭക്തി കൊണ്ട്, പാഞ്ചാലി ദൃഢനിശ്ചയം കൊണ്ട്, പാഞ്ചാലി എല്ലാ പ്രതിസന്ധികളിലും ഭഗവാനെ വിളിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ജീവിതത്തിലെ തൻ്റെ മാനാവമാനം പോകുന്ന പ്രതിസന്ധിയിൽ അതിജീവിച്ച ആ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പാഞ്ചാലി കുട്ടിക്കാലം മുഴുക്കെ നമ്മളെ മനസ്സാർക്കും വിട്ടുകൊടുത്തില്ല, ഭഗവാന് മാത്രം. എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കി വെച്ചാലും പാഞ്ചാലിയുടെ മനസ്സ്, ദ്രൗപദിയുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിതമായിരുന്നു. കാരണം നമ്മൾ കഥയിലേക്ക് വന്നാൽ ചൂതുകളിൽ യുധിഷ്ഠിരൻ തോറ്റു, ഏറ്റവും മൂത്ത ആൾ. അങ്ങനെ പാഞ്ചാലിയെ പണയം വയ്ക്കുകയാണ്. പണയം വെച്ച് കഴിഞ്ഞപ്പോൾ ബുദ്ധിയില്ലാത്തതെന്ന് പറയാം. കാരണം വെച്ചാൽ അത് അങ്ങനെയാണല്ലോ, അവൻ്റെ നാശത്തിന് വേണ്ടി പോകുന്നത്. ദുര്യോധനൻ്റെ മനസ്സിൽ തോന്നുകയാണ് വസ്ത്രാക്ഷേപം നടത്താൻ. ദുശാസനൻ ഒരുങ്ങി പുറപ്പെട്ട് പാഞ്ചാലിയിലെ ചേല വലിച്ചൂരി. ആകെയുള്ളത് മാനല്ലേ, മാനം പോകാൻ വേണ്ടി കൃഷ്ണ എന്ന് വിളിച്ച് പാഞ്ചാലി നിലവിളിച്ചു. തൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സ് മുഴുവൻ അവിടേക്ക് പോയി. വലിച്ച് കൂട്ടിയിട്ടു. ഇപ്പോഴത്തെ ടെക്സ്റ്റൈലുകാരൊക്കെയാണ് ടെക്സ്റ്റൈൽ തുടങ്ങാനുള്ള ചേലുണ്ടാവും അല്ലേ. അതൊക്കെ വലിച്ച് കൂട്ടിയിട്ട് ദുശാസനം ബോധം കെട്ട് വീണു. പാഞ്ചാലിനെ ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പം ഒരു ദൃഢനിശ്ചയത്തോടെ, ഉറച്ച മനസ്സോടെ, എന്നും മനസ്സിൽ കൊണ്ടുവരുന്ന കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പാഞ്ചാലി രക്ഷപ്പെട്ടു. അപ്പോൾ ആരൊക്കെ നമ്മൾ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചാലും ഭഗവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മളെ വസ്ത്രം അവിടെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സംഗതികളിൽ ആരൊക്കെ എന്തിനൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് പോയാൽ നമ്മളെ വസ്ത്രങ്ങൾ എല്ലാം നമ്മളത് അവിടെ തന്നെ നിൽക്കും. നമ്മളവിടെ അചഞ്ചലനായിട്ട് പാറ പോലെ അവിടെ ഇങ്ങനെ നിൽക്കും. ഇയാൾ നിന്ന പോലെ. അയാൾ പേരെന്താ, ദുർവാസാവിനോട് പറഞ്ഞ ആളുണ്ടല്ലോ, അതുപോലെ വരും. അംബരീഷ മഹാരാജ് നിന്ന പോലെ തന്നെ. അതേപോലെ തന്നെ പാഞ്ചാലി അങ്ങനെ നിന്നു. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര വാർത്തോ തന്നുത്തര തത്ര ശ്രീ വിജയോബോധുർ ധ്രുവാ നിതിർമധർമ്മ അനന്യചിന്ത യന്തോമ യജന പരീവസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമികം പരിത്രാണായ സാധൂനാം വിനാശ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും ഞാൻ ഓരോ യുഗത്തിനും അവതരിക്കും. എൻ്റെ യാതൊരു ചിന്ത ആരാണ് എന്നെ വഹിക്കുന്നത് അവരെ ഞാൻ രക്ഷിക്കും. പിന്നെ യോഗീശ്വരനായ കൃഷ്ണനോ അർജുനനിൽ എവിടെയും വിജയം കണ്ടെത്തും. ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ നമുക്ക് മനസ്സിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. എന്നാൽ ശരി, ഭഗവാനൊരു സ്തുതി പറഞ്ഞുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.